ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ വർധനവിന് സാധ്യത. പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപയുടെ വർധനവ് ഉണ്ടായേക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. സപ്ലിമെന്ററി ബജറ്റിലൂടെ നൽകപ്പെടുന്ന ഈ വർധനവോടെ മൊത്തം പ്രതിരോധ വിഹിതം 7 ലക്ഷം കോടി കവിയുമെന്ന് വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 2025-26 ബജറ്റിൽ സായുധ സേനയ്ക്കായി റെക്കോർഡ് വിഹിതമായ 6.81 ലക്ഷം കോടി രൂപ നീക്കിവെച്ചിരുന്നു. ഈ വർഷത്തെ വിഹിതം 2024-25 6.22 ലക്ഷം കോടി രൂപയിൽ നിന്ന് 9.2% ഗണ്യമായി വർദ്ധിപ്പിച്ചു. പാർലമെന്റിൽ ശീതകാല സമ്മേളനത്തിൽ അംഗീകാരം തേടുന്ന വർദ്ധിപ്പിച്ച ബജറ്റ് ഗവേഷണത്തിനും വികസനത്തിനും ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ, മറ്റ് ആവശ്യമായ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഉപയോഗിക്കും. 2014 മുതൽ നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ കേന്ദ്ര ബിന്ദു പ്രതിരോധമാണ്. BJP സർക്കാരിന്റെ ആദ്യ വർഷമായ 2014-15 പ്രതിരോധ മന്ത്രാലയത്തിന് 2.29 ലക്ഷം കോടി രൂപ അനുവദിച്ചിരുന്നു. നിലവിലെ വിഹിതം എല്ലാ മന്ത്രാലയങ്ങളിലും വെച്ച് ഏറ്റവും ഉയർന്നതാണ്. ഇത് മൊത്തം ബജറ്റിന്റെ 13%. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിനും പാക് ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം പാകിസ്ഥാനുമായുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ പ്രതിരോധ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ പ്രശസ്തമായ അയൺ ഡോമിനൻ സമാനമായ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ സിനർജിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എടുത്തുകാട്ടിയത്. ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള ആ ശൃംഖലയിലെ തദ്ദേശീയ ഘടകങ്ങളിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിനുശേഷം സായുധ സേന ഭാർഗവാസ്ത്രവും പരീക്ഷിച്ചു. ഹാർഡ്കിൽ മോഡിൽ പുതിയതും ചെലവ് കുറഞ്ഞതുമായ കൗണ്ടർ ഡ്രോൺ സംവിധാനമാണിത്. ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മൈക്രോ റോക്കറ്റുകൾ ഈ ആഴ്ച ഒഡീഷയിലെ ഗോപാൽപുരിയിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചിൽ കർശനമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഈ പരീക്ഷണം എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റുകയും ചെയ്തു. 100 മണിക്കൂർ നീണ്ട ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം പ്രതിരോധ ഉപകരണങ്ങളുടെ കൂടുതൽ ആഭ്യന്തര ഉൽപാദനത്തിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഹ്വാനം ചെയ്തിരുന്നു. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ അതിനർത്ഥം നമ്മൾ ഒരു ഔട്ട്സോഴ്സ് ചെയ്യുകയും നമ്മുടെ സുരക്ഷ മറ്റൊരാളുടെ കൈകളിൽ വിടുകയും ചെയ്യുന്നു എന്നാണ്. ഇത് ഒരു ദീർഘകാല പരിഹാരമാകാൻ കഴിയില്ല. രാജ്നാഥ് സിംഗ് പറഞ്ഞത് അപ്രകാരമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ പാകിസ്ഥാനെതിരെ പ്രതിരോധം കടുപ്പിക്കാനായി ഇന്ത്യ തീവ്ര ശ്രമം നടത്തുന്നുമുണ്ട്. ഇന്ത്യയും താലിബാനും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിലെ താൽക്കാലിക വിദേശകാര്യ മന്ത്രിയായ അമീർ ഖാൻ മുദാഖിയുമായി ചർച്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ജമ്മു കാശ്മീരിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച അഫ്ഗാൻ നടപടിയെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും ചെയ്തു. കൂടുതൽ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാനും ധാരണയായിട്ടുണ്ട്. എക്സ് പോസ്റ്റിലൂടെ S. ജയശങ്കർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് ഇന്ത്യ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കുന്നത്. ഇന്ത്യ ഇതുവരെയും താലിബാനെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന സന്ദേശമാണ് ജയശങ്കർ പങ്കുവച്ചത്. ചർച്ചയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യാജ പ്രചരണത്തിന്റെ മുനയൊടിച്ച അഫ്ഗാനിസ്ഥാൻ നടപടിയെ ജയശങ്കർ അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അവിശ്വാസം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ തടഞ്ഞതിനാണ് മുദാഖിയെ ജയശങ്കർ അഭിനന്ദിച്ചത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പാരമ്പര്യ ബന്ധത്തിന്റെ പ്രാധാന്യവും ജയശങ്കർ എടുത്തു പറയുന്നുണ്ട്. തെറ്റായതും അടിസ്ഥാനരഹിതവുമായ റിപ്പോർട്ടുകൾ വഴി ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനുമിടയിൽ അവിശ്വാസം സൃഷ്ടിക്കാനുള്ള സമീപകാല ശ്രമങ്ങളെ അദ്ദേഹം ശക്തമായി നിരസിച്ചതിനെ സ്വാഗതം ചെയ്തുവെന്നാണ് ജയശങ്കർ പറഞ്ഞത്. എന്നാൽ പഹൽഗാമിൽ ആക്രമണം നടത്താൻ ഇന്ത്യ താലിബാനെ നിയമിച്ചു എന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ റിപ്പോർട്ടിനെ എടുത്തു പറയാതെയായിരുന്നു ജയശങ്കറിന്റെ പ്രതികരണം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ബന്ധമുള്ള ഭീകരർ 26 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അപലപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് മുദാഖിക്ക് ജയശങ്കറിന്റെ ഫോൺ സന്ദേശം എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നല്ല സംഭാഷണമാണ് നടന്നതെന്നും ജയശങ്കർ എക്സ് പോസ്റ്റിൽ കുറിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും സൈനിക ആക്രമണങ്ങൾ നിർത്താനായി സമ്മതിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവ വികാസം. പാക് അതിർത്തി കടന്ന് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇന്ത്യൻ തിരിച്ചടിക്ക് പിന്നാലെ അതിർത്തിയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അടുത്തിടെയാണ് പൂർണ്ണ വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും സമ്മതമൂളിയത്. നേരത്തെ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ വിദേശകാര്യ മന്ത്രാലയത്തിലെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ ഡിവിഷന്റെ ഡയറക്ടർ ജനറലും ഇന്ത്യൻ പ്രത്യേക പ്രതിനിധിയുമായ ആനന്ദ് പ്രകാശ് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുദാഖിയെ കാണാനായി കാബൂളിലേക്ക് പോയിരുന്നു. നിർണായക ചർച്ചകളാണ് ഈ കൂടിക്കാഴ്ചയിൽ നടന്നിരുന്നത്.